കിന്നാരം പറഞ്ഞിട്ട് മിന്നാരം മിനിങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ, കുന്നോളം കുറുമ്പോടെ തള്ളിന്റെ തള്ളായ ബ്രോ, മണി ഉടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ, പണ്ടാരോ പറഞ്ഞിട്ട് പായുന്ന പുലിയായി ബ്രോ. പാട്ടും കൂത്തും താളമേളമിട്ട നേരമിതാ വരവ, വാക്കും നോക്കും ചിരിപൂരമോടെ രാവുമിതാ വരവ. കിലുകിലുകിലും കുപ്പിവളച്ചിരികൾ ചിരിമണി മുഴങ്ങും, ചിരിച്ചപ്പ് തുറന്നാൽ തുടി തുടിക്കും ചിരിയുടെ ചുട്ടികൾ, കലവില നിറയും ചിരിയുടെ അലകൾ. ഈ രാവിൽ താരാജാലം മുന്നിൽ നിന്നും നൃത്തം വെക്കുന്നേ. ഭയങ്കര നല്ല ഡാൻസറാണ് സൗബിൻ. ഡാൻസ് ഇല്ല, ഉണ്ട്. ഇല്ല സാറേ. 28 മുദ്രയുണ്ട്, 8 തട്ടടവുണ്ട്. തട്ടുകടേ ഭക്ഷണം ഭയങ്കര ഭക്ഷണപ്രിയനാണ്. പറ്റിപ്പോയി. ഇത്ര ചീപ്പാണോ ആർട്ടിസ്റ്റ് സൂബി? രണ്ട് ഉണ്ടമ്പരിയുടെ അത്ര ഉള്ളൂ നിങ്ങളുടെ മനസ്സിൽ. എനിക്കറിയാൻ വേണ്ടിയില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ എനിക്ക് കാണണ്ടേ? വയലറ്റ് കളർ അല്ലേ? വയലറ്റ് കളർ ഇതൊക്കെ ഉള്ള എന്താ പറയണ? ബീട്രൂട്ട്. സാർ ഒന്നൊരു കാര്യം ഞാൻ പറയട്ടെ സാറേ, ആകെ ടെൻഷൻ എന്താണ് സാറൊന്ന് ആലോചിച്ച് നോക്കി. എനിക്കാകെ ഒരൊറ്റ പ്രശ്നമുള്ളൂ, എനിക്ക് മുടിയില്ല സാർ. അതാണ് ആ അതിന് അല്ല, മുടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു തോന്നുന്നു. സാറിന് മുടി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അല്ല വെറുതെ വൃത്തിയുടെ പോയല്ലേ. ആണോ? ഈ മുടി ഇല്ലാത്തതിന് സാർ നല്ല എന്ത് രസമുണ്ട് സാറിനെ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. പിന്നെ സത്യമായിട്ടും ഞാൻ കുറച്ചു നേരം മുമ്പ് ആലോചിക്കണായിരുന്നു, ഞാൻ മറ്റേ ഇങ്ങനെ പറക്കാൻ പോണ പറക്കണേല്ലോ സാറേ, മറ്റേ ഈ നമ്മള് സിനിമയിലൊക്കെ കാണില്ലേ, മറ്റേ നായകനൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ആളുകള് ഇങ്ങനെയുള്ള ഒരു വിഗ് ഒക്കെ വെച്ചിട്ട്. സാറൊക്കെ വിഗ് വെച്ചിട്ടുണ്ടെങ്കിലേ കാക്ക ഷോക്കടിച്ച് വേണ്ടിട്ട് ലോറി കയറി പരന്ന സാധനം തല വെച്ച് അങ്ങനെ ഇരിക്കും, അതേപോലെ ഇരിക്കും. മഹാ പോരായിരിക്കും. ഇത് നല്ല രസം. വേണ്ട വേണ്ട വിഗ് വേണ്ട, വിഗ് വേണ്ട, വിഗ് വേണ്ട. വേറെന്താ വേണ്ട സാറേ? മറ്റേ അത് ആങ്ങളായിരിക്കുമല്ലോ സാറേ. ഏത് ആയിരിക്കുന്നു? മിസ്സിന്റെ ഒപ്പം ഇരിക്കുന്നു അച്ഛനാ തോന്നുന്നു. അച്ഛനാണ്? ആണോ? കാമുകനായിരിക്കും. ഏയ് കാമുകനായിരിക്കില്ല സാറേ, അത് ആങ്ങളായിരിക്കും. രണ്ടുപേരും ചെവിയൊക്കെ ഒരേപോലെ ചെവി ഒരേപോലെ ഉണ്ടല്ലേ, അപ്പൊ ആങ്ങളായിരിക്കും സാറേ, കാമുകനായിരിക്കില്ല. ഇല്ല, അതേപോലെ സെയിം ചെവി അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു കാമുകനാണെങ്കിലോ? ഉണ്ടാവില്ല സാറേ, നമ്മൾ ഒരേ ചെവിയുള്ള കാമുകനെ കണ്ടുപിടിക്കില്ലല്ലോ. കണ്ടുപിടിക്കും അങ്ങനെ? പിന്നെ ആണോ? ഞാൻ പിന്നെ എന്റെ ചെവി പോലത്തെ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുള്ളൂ. ആണോ? എന്താ വിനീത് ഫ്രണ്ടിനെ കിട്ടി പിന്നെ നൈസായിട്ട് ഒഴിവാക്കിയല്ലേ? നിങ്ങൾക്ക് ഒച്ചത്ത് സംസാരിക്കാം, ഇങ്ങനെ പയ്യെ സംസാരിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം. പിന്നെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആളല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഷോയിലേക്ക് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആക്ടർ ഡയറക്ടർ സൗബിൻ ഷാഹിറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സൗബിൻ ചേട്ടനെ. Good evening and welcome to Comedy Super Night 2 powered by Sugar Jewelry. അപ്പോ ഇന്നത്തെ ഷോയിലേക്ക് നമുക്ക് സൗബിനെ സ്വാഗതം ചെയ്യാം. യെസ്. സൗബിൻ അടുക്ക് ഞാൻ ഹോസ്റ്റാണ്, നിങ്ങൾ ഗസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മറ്റേ ആ കോട്ടണെങ്കിൽ അടിപൊളിയായിരുന്നു. കാര്യം ഞങ്ങള് ഇവിടെ പരിപാടി അവതരിപ്പിക്കുമ്പോ മറ്റേ കോട്ടിട്ടിട്ടാണ് പരിപാടി. കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലല്ലോ? ഞാനുണ്ടല്ലോ. ഇല്ലല്ലോ, ഞാൻ ആയിട്ടോളാം. വിഗില്ലാത്തതിന്റെ പരിപാടിയൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. കോട്ടൊക്കെ ഇട്ടിട്ടത് ഇവിടെ പൊതുവെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ കോട്ടിട്ട് അവതരിപ്പിക്കണം എന്നുള്ളൊരു രീതിയാണ്. തണുപ്പും കൂടുതലുണ്ട്. അങ്ങനെ നിയമമൊന്നുമില്ല. ഇല്ല അല്ലേ? നിങ്ങളിങ്ങനെ ഇത് സ്റ്റൈൽ ആയിക്കോട്ടെ കുറച്ച് പ്രതീക്ഷയുള്ള ആളുകളെ സൂട്ട് ഇടുക എന്നുള്ളതാണ് പറഞ്ഞ കേട്ടോ. ചെറിയ കുറവുണ്ടായിരുന്നു, അതിപ്പോ അങ്ങ് പരിഹരിച്ചു. അതെയല്ലേ?
കാരണം അല്ല ഞാൻ പറഞ്ഞത് കോട്ടിട്ട് വന്നാലേ ഒരു രസമുള്ളൂ കാണാൻ. അതല്ലേ, അതാണല്ലോ അതാ എന്നെ കുറിച്ച് മാത്രം നിങ്ങൾക്ക് പറയാനുള്ളല്ലോ. ആ ഞാനും എന്റെ കോട്ടും എന്റെ തലയും എന്റെ പാട്ടും അല്ലേ. ഈ ചങ്ങായിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറയാനില്ല. അത് രാത്രി നൈറ്റ് ഇട്ട് വന്നേക്കണല്ലേ. ഈശ്വര ചേട്ടാ ഇങ്ങനെ വേണ്ടായിരുന്നു കേട്ടോ. Please. എന്താ നിങ്ങൾ രണ്ടുപേരും വന്നപ്പോ കുശി 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 കാണുന്നു സംസാരിച്ചോണ്ടിരിക്കുന്നു. ആർക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ ആക്ച്വലി സാധാരണ നമ്മൾ ഷോ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അവിടെ പോയിരിക്കും, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കയറും എല്ലാം. ഇന്നിപ്പോ നമ്മൾ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നപ്പോ ഉണ്ടല്ലോ, സീരിയസ് ആയിട്ട് നമ്മളെ വോയിസ് ലെവലൊക്കെ താഴ്ന്നു. കാര്യം ഞങ്ങൾ പ്രേമം സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് ഷോട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നത് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. ഒരു 4 പേജ് ഡയലോഗ്. എന്റെ പൊന്നു ചേട്ടാട്ടാ, പ്രേമം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞില്ലേ? പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ഇനിയെങ്കിലും ഇത് മതിയാക്കിക്കൂടെ? പ്രേമം കഴിഞ്ഞു 1 വർഷമായി എന്നുള്ളത് അതിന്റെ അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് മാത്രമല്ല സിനിമ ഒരു ചരിത്രമായിരുന്നു, നമ്മളെ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ സൗബിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. സൗബിൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ പറവ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പറവ എന്താണ് സൗബിൻ? പറവ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു ആദ്യ മൂവിയാണ് എൻ്റെ പറവ. കുട്ടികളുടെ ഒരു ചിത്രമാണ്. ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ നെക്സ്റ്റ് മന്ത് തുടങ്ങാൻ പോകുന്നുള്ളൂ. ഒരു ദിവസങ്ങളെ ആംബിയൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ കുട്ടികളുടെ ഒരു പടമാണ്, പ്രാവിനെ വളർത്തുന്ന കുറച്ച് കുട്ടികളുടെ ഒരു റിയൽ സ്റ്റോറി. കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ നടക്കുന്ന ഒരു റിയൽ സബ്ജക്ട്. ചെറിയൊരു ഓട്ടോബയോഗ്രഫിക്കൽ പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം സൗബിനും പണ്ട് ഫോർട്ട് കൊച്ചി താമസിച്ചിരുന്നു. സൗബിനും മറ്റേ പറവ ഉണ്ടായിരുന്നു, പ്രാവുണ്ടായിരുന്നു. സൗബിൻ പ്രാവിനെ വളർത്തിയിട്ടുണ്ട് അല്ലേ? വളർത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു നമുക്കറിയാവുന്ന അവിടെ നടന്നിട്ടുള്ള പല കഥകളും യോജിപ്പിച്ചിട്ടൊരു സ്ക്രിപ്റ്റ് റെഡിയായി ചെയ്യാൻ പോകുന്നു നെക്സ്റ്റ് മന്ത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് തീർച്ചയായിട്ടും ആ സിനിമ സൗബിൻ സംവിധാനം ചെയ്യുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് നിർമ്മിക്കുന്നത് ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം എന്നീ സിനിമകൾക്ക് ശേഷം അൻവർ റഷീദ് നിർമ്മിക്കുന്ന സിനിമയാണ് പറവ. അത് ഭയങ്കര ഹാപ്പി സീൻ ആയിരിക്കില്ലേ? പിന്നെ അൻവർ റഷീദ് ഇപ്പോൾ ഒരു ഗുരുവാണ്, ബ്രദറാണ്, പിന്നെ സുഹൃത്താണ്, എല്ലാമാണ്. നമ്മൾ ആശാനാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ അമ്പൂക്കാനെ ഫസ്റ്റ് കേട്ടിട്ട് അമ്പൂക്കാനെ ചെയ്യാൻ മുന്നോട്ട് വന്നത് വളരെയധികം സന്തോഷമുണ്ട്. സ്ക്രിപ്റ്റായിട്ട് കുറേ നടക്കേണ്ടി വന്നില്ല അമ്പൂക്കാനെ. എനിക്ക് തോന്നുന്നു സൗഹൃദം ഒരുപാട് ആഘോഷിക്കുന്ന ഒരാളാണ്. കാര്യം ഞാൻ എപ്പോൾ സൗബിനെ കാണുമ്പോഴും ഒന്നെങ്കിൽ അമലേട്ടൻ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ലൈക്ക് ആഷിഖ് ഉണ്ടാവും, അല്ലെങ്കിൽ അമ്പുക്ക, അല്ലെങ്കിൽ ശരിക്കും അവരല്ല എൻ്റെ കൂടെ ഉണ്ടാവുന്നത്, ഞാൻ അവരുടെ കൂടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഈ പടത്തിന്റെ കാസ്റ്റിംഗ് കഴിഞ്ഞോ? കാസ്റ്റിംഗ് കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കായിരുന്നു, എന്നെ ഒന്ന് കാസ്റ്റ് ചെയ്യാനായിട്ട്. അതാ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, കുട്ടികളുടെ കൂടെ. അപ്പൊ ഞാൻ കുട്ടിയല്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഓക്കെ പോര് അല്ലേ? അല്ല, സൗബിന്റെ സിനിമയെ കുറിച്ച് കുറെ സങ്കല്പങ്ങളുണ്ട്. നല്ല ആക്ടേഴ്സിനൊക്കെയാണ് തോന്നുന്നു ആ സിനിമയിൽ എടുക്കുന്നത് അല്ലേ? ഹലോ, എന്താ പറഞ്ഞു? അതെ. അപ്പോ എന്താണ് മറ്റേ സിനിമ എന്താ പറയാ, ഇപ്പൊ പറവ ചെയ്യാൻ പോകുന്നു. എനിക്കൊന്നും ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം, സൗബിന്റെ ഫിലിം കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കയ്യെത്തും ദൂരത്ത് എന്ന് പറയുന്ന സിനിമയിലാണ് അല്ലേ? ഫാസിൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്നു. അത് കഴിഞ്ഞ് സിദ്ദിഖ് സാറിന്റെ അസിസ്റ്റന്റായി, പിന്നെ റാഫി മെക്കാഡി സാറിന്റെ അസിസ്റ്റന്റായി, പി സുകുമാർ, അമൽ നിരത് സാർ, രാജീവ് രവി, സന്തോഷ് ശിവൻ സാർ, ഇവരെല്ലാവരും കൂടി സംവിധായകനായിട്ട് വർക്ക് ചെയ്തു. ലൈഫിൽ ആലോചിച്ചിരുന്നു എപ്പോഴെങ്കിലും മറ്റേ അഭിനയിക്കേണ്ടി വരും, അല്ലെങ്കിൽ അഭിനയിച്ചു കഴിയുമ്പോൾ ഇത്രത്തോളം സ്വീകാര്യത കിട്ടും എന്നുള്ള തരത്തിലേക്കൊക്കെ? അഭിനയിക്കുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇപ്പൊ ചെയ്തിരിക്കുന്ന എല്ലാ ക്യാരക്ടറും ഭാഗ്യത്തിന് ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുന്ന, അങ്ങനെ അഭിനയിക്കാൻ ഒരു സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായില്ല അഭിനയിച്ചു വരുന്നു. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എങ്ങനെയാണ് ഈ അഭിനയ രംഗത്തേക്ക് വരുന്നത്? അത് രാജീവേട്ടൻ, പിന്നെ ഫഹദ്, ഷാനു ഫ്രണ്ടാണ്. അപ്പോൾ അതിലൊരു സുഹൃത്തിൻ്റെ ക്യാരക്ടർ വന്നപ്പോൾ ഞാനും ഷൈനും ഫഹദിൻ്റെ സുഹൃത്താണ്. അപ്പോൾ ആ ക്യാരക്ടർ ഞങ്ങൾ രണ്ടും കൂടി ചെയ്യാൻ പറഞ്ഞു. ഇത്രയും ചെയ്ത പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്? എനിക്ക് എല്ലാ ക്യാരക്ടറും എല്ലാം ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് സൗബിനെ അതിനു മുമ്പും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് സൗബിനെ കാണുന്നത് അൻവർ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ചെറിയ വേഷം ഒന്നുമല്ല, നല്ല വേഷമായിരുന്നു. പിന്നെ ഞാൻ അതിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ സുഹൃത്തുക്കളായിരുന്നു. എന്നോട് പറഞ്ഞു ഒരു ചെറിയ ടീഷർട്ട്. അതെ, എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഇമേജ് ഒന്ന് അമലേട്ടൻ ലൈക്ക് ഹ്യൂജ് മച്ചാൻ, ലൈക്ക് നല്ല സൈസ് ഒക്കെ ആയിട്ടുള്ള. സൗബിൻ സൈഡിൽ മറ്റേ റെയ്ബാൻ ഗ്ലാസ്, എപ്പോഴും റെയ്ബാൻ ഗ്ലാസ് അഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മറ്റേ ആംസ് ഒക്കെ കാണിച്ച് ചെറിയ ടീഷർട്ട് ഒക്കെ ഇട്ട് ഫുൾ ഓൺ പുള്ളി
ഫുൾ ഓൺ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാവുമായിരുന്നു. മച്ചാ ഇത്ര ശ്രദ്ധിക്കുന്ന സമയത്ത് അപ്പോഴേ മനസ്സിലായില്ലേ? എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും, എന്റെ മനസ്സിലുള്ള ഇമേജ് അതാണ്. അതല്ലേ കണ്ണട മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം കള്ളത്തരം പുറത്തു പോകും. അതുകൊണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഫുള്ള് ഇങ്ങനെ മൊത്തം ഇത് മാറ്റിയാ പോകുന്നു. സുഖമായിട്ട് ചെയ്യാലോ. കൊള്ളാം, കൊള്ളാം. എന്റെ അത് സാറ് അത് മോശമായി പോയിട്ടോ എന്നോട്. എന്താണ് സാറല്ലേ പറഞ്ഞു ഇവിടെ ആര് കയറി വന്നാലും ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വിട്ടാൽ മതി. പറഞ്ഞു. അത് കണ്ടപ്പോൾ സാറിന് ഒരു കൂട്ടുകാരൻ വന്നപ്പോൾ സാറ് നേരെ ഇങ്ങനെ പിടിച്ചുകൊണ്ടു. എടോ എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു സുഹൃത്താണ്. അല്ല എന്ന് പറഞ്ഞത് മേളിലിറങ്ങി എന്റെ ജോലി പോകത്തില്ല സാറേ. സാർ എന്നാണ് എന്റെ വയറ്റത്തിൽ ഇടിച്ചു. അത് പോട്ടെ, ഇതിപ്പോ എന്റെ ജോലി കൂടെ കളയാൻ ഇറങ്ങിയിരിക്കും. എടോ മുസ്തഫ ഇതെന്റെ സുഹൃത്താണ്, എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ആളാണ്. ഇയാൾ തീവ്രവാദിയല്ല, ഇയാളെ പോകരി ബോംബില്ല. അല്ല അങ്ങനെ ബലം പിടിച്ച് പറഞ്ഞാൽ എനിക്ക് സാറിനെ കൂടെ ചെക്ക് ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. വേറെ കാര്യം. എനിക്ക് ചെക്ക് ചെയ്തോ, കുഴപ്പമില്ല. കുഴപ്പമില്ല, ചെക്ക് ചെയ്തോ. അല്ല അങ്ങനെ പറഞ്ഞാലും ഞാൻ സാറിനെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ തന്റെ ജോലിക്കാരാണ് സെക്യൂരിറ്റി മുസ്തഫ. ഇന്ന് ഈ ഫ്ലോർ തല്ലി പൊളിക്കും. അതെ. ആ പിന്നെ വീട്ടിൽ നിന്ന് വന്നു വെച്ചിരിക്കുന്നു. ചെക്ക് ചെയ്യണോ? അതെ, അപ്പൊ പുറത്തോട്ട് വരണ്ട, ഞാൻ ആ സാധനം ഇങ്ങോട്ട് അകത്തോട്ട് കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടോ ഞാൻ എന്താ പറയുക, തൊഴിൽ കള്ളവില്ല, തൊഴിൽ കള്ളവില്ല. ഞാൻ സോറി, പെട്ടെന്ന് അല്ല, പാട്ടും പരിപാടിയൊക്കെ ഉണ്ടോ? പാട്ടും പരിപാടിയൊക്കെ ഉണ്ടോ? പാട്ടൊക്കെ ഉണ്ട്. ഇനി ഉണ്ടെങ്കിലും പാട്ട് ഞാൻ നിർത്തത്തില്ലല്ലോ. നമുക്ക് കുടുംബപരമായിട്ട് കിട്ടിയ സാധനം. എന്താ ഓർമ്മയുണ്ട് കേട്ടാ പാട്ടിന്റെ, അതൊക്കെ തരാൻ ഞാൻ. ഇത് എയർപോർട്ടിൽ വരെ എത്ര ഇതില്ല. എയർപോർട്ട് സിസ്റ്റം ആണ് ഇവിടെ. ഒന്നും ഇതിനകത്ത് കയറുവാനില്ല. സാറിന് പുറത്ത് വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ സാറ് ആയതുകൊണ്ട് കൂട്ടുകാരനാണ് ഞാൻ അകത്തോട്ട് കൊണ്ടത്. ഒന്നുമില്ല, ടെൻഷൻ അടിക്കണ്ട, ഒന്നുമില്ല. ഷോക്ക് അടിക്കോ? അല്ല ടെൻഷൻ അടിക്കായിരുന്ന ഷോക്ക് അടിക്കത്തില്ല. ഒന്ന് കയറി ഒന്ന് ഇതില്ലേ ഇതിലേ ഒന്ന് എന്തോ ഒരു ബീപ്പ് കേട്ടില്ലേ, എന്തോ ഒരു ശബ്ദം കേട്ടില്ലേ? ഒന്നുകൂടെ വരും, ഒറ്റ പ്രാവശ്യം ഒന്ന് ഇതിലെ കൂടെ വരും, ഇതിലെ കൂടെ ഒന്ന് ഒറ്റ പ്രാവശ്യം വരും, ഒറ്റ പ്രാവശ്യം ഒന്ന്. ഒരു പ്രാവശ്യം മുസ്തഫ അതിന് പറ്റില്ല കേട്ടോ. ഇല്ല ഇതിനെ ഞാൻ കൺഫേം ചെയ്യാം. ഒറ്റ പ്രാവശ്യം അതെ പിന്നെ അടിച്ചു. സാറേ ഇത് ചെക്ക് ചെയ്യണം സാറേ, ഇത് ചെക്ക് ചെയ്യണം സാറേ. എന്തുകൊണ്ട് ഞാൻ ബീപ്പ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെക്ക് ചെയ്തേ പറ്റും സാർ. ഫോൺ അടിച്ചു. മൊബൈലാണോ? ഫോൺ അടിക്കോ? അല്ല ഫോണല്ല, വേറെ എനിക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നിന്നാൽ ചെക്ക് ചെയ്യാൻ തീർന്ന പ്രശ്നമുള്ളൂ. വേറെ പെട്ടെന്ന് തീർക്കൂ, മറ്റേ തിരക്കുള്ള ആളുകളാണ്. മറ്റേ ഇത് കഴിഞ്ഞിട്ട് വേറെ പണി. ഇങ്ങനെ നിൽക്കാം, യേശു ക്രിസ്തു നിൽക്കുന്നത് അങ്ങനെ കൈ നീട്ടി വെക്കും. ഞാൻ പറഞ്ഞല്ലോ. ഇതെന്തോ ഇത് ഈ ഹൃദയത്തിനകത്തിരിക്കുന്നത്? എന്താണ് ഇത്? അത് ഒന്നും രണ്ടും ഒന്നും അല്ലെന്ന് 3-4 ഉണ്ട്. അത് ഹിന്ദിക്കാരാണ്. അതാണ് മലയാളി ഭാഷത്തിൽ വരുത്തില്ല. ഇതാരാ ഞാൻ കണ്ടല്ലോ. അതൊന്നും പറയണ്ട, അതൊക്കെ ഉണ്ട്. ഇനി അടുത്ത നോക്കാലോ. നമ്മ നമുക്കിപ്പോ അറിയാൻ പറ്റുന്നത് തുടിക്കായിരുന്നു. ഹൃദയം തുടിക്കണ ഇങ്ങനെ. അതെ കഴിഞ്ഞു. ഇതെന്താ സംഭവം? എന്താ പേടിക്കാതിരിക്കാൻ വേണ്ടിട്ടോ. നോക്കിട്ട് എത്ര ഏല ഒരു 250 ഉണ്ടല്ലോ. അതെ കൈ കൊണ്ടു. അടുത്തായിട്ട് പോകുമ്പോഴത്തേന് അറിയാം ഇനി അടുത്ത എന്തൊക്കെ ആയിരിക്കുന്നത്. ബോംബോ? വേറൊന്നും കാണൂലല്ലോ. അല്ലേ? വേറൊന്നും കാണില്ല. ഉണ്ടമുരി. എടുത്തോ ഇനി പറ്റിപ്പോയി. തുറക്കാം. ഞാൻ വിനയനും കൊണ്ടുവന്നാ. അല്ലല്ല മാത്രം കൊണ്ടുവന്നുള്ളല്ലേ? ഒരു കാര്യം ഞാൻ പറയട്ടെ? ഫോട്ടോ വന്നപ്പോ കൊടുക്കാൻ പറഞ്ഞു. എത്ര സിനിമയിൽ അഭിനയിച്ച മനുഷ്യനാ, പോരായിട്ട് ഇപ്പൊ ഡയറക്ടർ കുട്ടമ്പരി എടുത്ത് പോക്കറ്റിട്ട് വെച്ചിട്ട്. അല്ല സാറ് വിളിച്ചാ സിനിമയ്ക്കകത്ത് ചോദിച്ചു പറഞ്ഞോട്ടാ ആ പാവത്താനോട്, ഇത്ര ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി? ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, സെക്യൂരിറ്റി മുസ്തഫ ചോദിക്കുന്നു, ഇത്ര ചീപ്പാണോ ആർട്ടിസ്റ്റ് സൂബി? രണ്ട് ഉണ്ടമ്പരിയുടെ അത്ര ഉള്ളൂ നിങ്ങളുടെ മനസ്സിൽ. എനിക്കറിയാൻ വേണ്ടി ആ ഉണ്ടമ്പുരി എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. മനസ്സിലായോ? സൗബിന്റെ വലിയ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോട്ടോസിൽ നിന്ന് ഇപ്പൊ വന്നോണ്ട് സുഹൃത്തായ എനിക്കൊരു ഉണ്ടമ്പുരി കൊണ്ടുവന്നു. അത് വലിയ തെറ്റാണോ? അല്ല തെറ്റൊന്നുമല്ല. ഉത്തരം ഒരെണ്ണം ചേട്ടൻ കൊടുത്തേക്കാം. ഒരെണ്ണം ചേട്ടനോട്. അല്ല നില്ല്, ഇതിപ്പോ കൂട്ടുകാരനെ എടുത്ത് വെച്ച് ഈ പുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? അല്ല ഉണ്ടമ്പരി ഒന്നുമില്ല. അല്ല അങ്ങനെ മറ്റേ സാധനം എടു, മറ്റേ സംഭവം അല്ല മറ്റേ ജ്യൂസ് കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്, ആ ജ്യൂസ് കൂടെ എല്ലാം എടുത്ത് വെച്ചിരിക്കും. എനിക്കറിയാം. സത്യമായിട്ടില്ല, ഒന്നുമില്ല. ഓക്കെ കണ്ട, ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്തതിൽ എന്തായി? ഇത് വിഷയമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഞാനിത് 5 എണ്ണം ഞാൻ പൊതിഞ്ഞു വെക്കും സാറിന്. 5 എണ്ണം കേട്ടോ? ഓക്കെ സാർ, ആയിക്കോട്ടെ. എടുത്ത് മാറ്റിക്കൊണ്ട ഇത്ര കട്ടിക്കുള്ള സാർ.
വേണ്ട 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 ഹലോ ആയിക്കോട്ടെ സാർ പേടിക്കണ്ട, ഞാൻ പറഞ്ഞില്ല 5 എണ്ണം. മതി മതി മുസ്തഫ മതി. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ ആയിക്കോട്ടെ. ഒരു മിനിറ്റ്. ഇതിരിക്കുന്നവർ ചിലപ്പോൾ ഈ പുല്ല് പിന്നെ അടിക്കും. ഇപ്പൊ അഭിനയിച്ചിരിക്കുന്ന സിനിമയെ കുറിച്ച് എന്താണ്? മറ്റേ അമലേട്ടന്റെ പടം. എനിക്ക് ദുൽഖറായിട്ട് എത്രാമത്തെ സിനിമയാണ് ചെയ്യുന്നത്? ശരിക്കും ചാർലിക്ക് മുമ്പ് അമലേട്ടന്റെ പടത്തിൽ തന്നെ കുള്ളന്റെ ഭാര്യ, കുള്ളന്റെ ഭാര്യ. അതിൽ കുള്ളന്റെ ഭാര്യയിൽ മറ്റേ നടന്നു പോയിട്ട് കുള്ളന്റെ ഭാര്യ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അതിൽ സൗബിൻ എവിഡന്റ് സീനൊന്നുമില്ല, ജസ്റ്റ് ഒരു പാസിങ് ഷോട്ട്. ആ സ്ത്രീ ഇങ്ങനെ വരുമ്പോ സൗബിൻ ഇങ്ങനെ പാസ് ചെയ്തിട്ട് സൗബിൻ ഐഡിയ കഴിയും ഫേസ്ബുക്കിലുണ്ടോ. അതിന് ഭയങ്കര കൈയടി ചെയ്യുന്നു തിയേറ്ററിൽ. അല്ല, അതിന് മുമ്പുള്ള അതിലെ ഒരു വോയിസ് ഓവറും കൂടി ഉണ്ട്. പ്രഗ്നന്റ് ആയിട്ട് പോലും ആ പെൺകുട്ടി അവിടുത്തെ ആ നാട്ടിലുള്ള ആൾക്കാർ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ട് അപ്പോൾ പുറകെ കൂടി പോയിട്ട് ചോദിക്കുന്ന ശൈലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഫേസ്ബുക്കിലുണ്ടോ അറിയാം, ചുമയായിരിക്കും, എന്നാലും ചോദിച്ചേ വേണം. അതുകൊണ്ട് അത് നന്നായിട്ട് ഇതായി. പിന്നെ ചാർലി കമ്മട്ടിപ്പാടം ഒരുമിച്ചുണ്ടായിരുന്നില്ല. ഇപ്പോ അമലേന്റെ പടത്തില് എത്ര സിനിമകളിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? ഞാൻ ഒരു 14 വർഷം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ സമയത്ത് ഫാസിൽ സാറിന്റെ ഒരു ഫിലിം കഴിഞ്ഞാൽ പിന്നെ ഒരു 2 വർഷം കണ്ടാൽ ഫാസിൽ സാറിന്റെ അടുത്ത പടം ഉണ്ടാവുള്ളൂ. പിന്നെ സിദ്ദിഖ് സാറിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. സിദ്ദിഖ് സാറിന്റെ ഒരു ഫിലിം കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് സിദ്ദിഖ് സാർ ഒരു പടം ചെയ്തത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നാലും കുറേ അധികം ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 16 പടങ്ങളൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. എത്ര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടാവും? അഭിനയിച്ചിരിക്കുന്ന ഒരു 8 പടങ്ങള്. 8 പടങ്ങളോ? 8 9. ഞാനിപ്പോ എണ്ണി പറയാം, അതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലുണ്ട്. ആകെ 9 പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൂ സൗബിൻ ഇതുവരെ. അസിസ്റ്റ് ചെയ്ത സമയത്തൊക്കെ പാസിംഗ് ഉണ്ടാവും. അതല്ലാണ്ട് അന്യ റസൂലിന് ശേഷം ഒരു 10 പടം മാക്സിമം. ഇനി കൂടുവോ കുറച്ചും കൂടി? ഇല്ല, എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ ഹിറ്റ് പടങ്ങളിലെ ഭാഗമായതുകൊണ്ട് നമുക്ക് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു എന്നുള്ള ഒരു ഫീൽ അങ്ങനെ തോന്നുന്ന നല്ലതാ. അത് നല്ലതല്ലേ? അതെ, അങ്ങനെ തോന്നട്ടെ. അഭിനയിക്കാത്ത പടത്തിൽ നല്ല ഹിറ്റ് പടത്തിൽ ഞാൻ ഇല്ലെങ്കിലും നിങ്ങൾ സൗബിൻ ഉണ്ടെന്ന് തോന്നട്ടെ. എനിക്ക് തോന്നുന്നു സൗബിൻ അഭിനയിച്ച സിനിമകളിൽ എന്റെ പേഴ്സണൽ ചോയ്സ് മഹേഷിന്റെ പ്രതികാരം. മഹേഷിന്റെ പ്രതികാരം ശരിക്കും കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പടത്തിന് വേണ്ടി. കാരണം ആ കൊച്ചി ഭാഷ ആണ് എല്ലാവരും സംസാരിക്കുന്നത് പറഞ്ഞ് എല്ലാവർക്കും ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ ഭാഷ തന്നില്ലായിരുന്നു കുറേ പേര്. കാരണം നമുക്ക് തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയാണ് ഈ കോട്ടയം ഭാഷ കിട്ടിയത്, ഇടുക്കി ഭാഷ. അത് പകുതിയോളം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ആ മോണോലോഗ് മറ്റേ ഫഹദ് ക്യാമറ വെച്ച് കഴിയുമ്പോൾ സൗബിൻ പറയില്ലേ, മഹേഷേട്ടാ ഇന്നലെ രാത്രി ഏഷ്യാനെറ്റ് മൂവീസിൽ കിരീടുണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചെങ്കോലും. അതിലെ ലാലേട്ടനെ പോലെ മഹേഷേട്ടനും എന്തെങ്കിലും കടുംകൈ കാണിച്ച് ജയിലിൽ പോയി. വെറുതെ വേണോ മഹേഷേട്ടാ? മഹേഷേട്ടൻ തിരിച്ച് ജയിലിൽ നിന്ന് വരാൻ നേരത്ത് ആകെ ഉണ്ടായ പെങ്ങള് പോയി, അച്ഛൻ പിമ്പായി, മഹേഷേട്ടൻ ഗുണ്ടയായി തിരിച്ചു വന്ന് ഏതെങ്കിലും ഇടവഴിയിൽ തല്ലുകൊണ്ട് കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമോ മഹേഷേട്ടാ? തിരിച്ച് തല്ലാൻ നമുക്കൊന്ന് ആലോചിച്ചിട്ട് പോരെ. എനിക്ക് ആ സിനിമയിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു അത്. അതെ, അതിൽ എനിക്ക് ഞാൻ ചെയ്തത് മാത്രമല്ല അതിലെ എല്ലാ ക്യാരക്ടേഴ്സും. കാരണം ഏറ്റവും എടുത്ത് വേണ്ടി ചെറിയ കുഞ്ഞു ക്യാരക്ടറായിട്ട് അഭിനയിച്ച എല്ലാവരും ഭയങ്കര നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? എന്തായിരുന്നു? എല്ലാം പുതിയത് വാങ്ങി. ആണോ? പിന്നെ തബല പ്രൈസ് ടാഗ് പോലും കളഞ്ഞിട്ടില്ല. അതിലുണ്ട്, വിലയുണ്ട്. അത് വേണമെങ്കിൽ മാറ്റിക്കോ. അല്ലാതെ പുതിയതാണെന്ന് കാണാൻ വേണ്ടി അങ്ങനെ തൂക്കിട്ടേക്കുക. ഇതൊക്കെ പുതിയതായതുകൊണ്ടേ സബി വന്നതുകൊണ്ട് പുള്ളിയെ കൊണ്ടുവരാൻ നമുക്ക് തുടങ്ങിയാലോ ഒരു പാട്ട്. സത്യമായിട്ട് എനിക്ക് പാട്ടറിയില്ല. പണ്ട് കൊച്ചിയിൽ പാടുന്ന ഏതെങ്കിലും സാധനം ഉണ്ടോ? കൊച്ചിയിൽ ഒന്നും പാടാറില്ല. കൊച്ചിയിൽ അറിയാലോ, ഞാൻ പാട്ട് സാധാരണ പാടാറ് പോലും. ഇത് മാത്രം സത്യമായിട്ട് അറിയില്ല. കുളിക്കുമ്പോ പാടുന്ന പാട്ടുണ്ടോ? കുളിക്കാൻ പ്രത്യേകിച്ച് പാട്ടുണ്ടോ? കുളിക്കുമ്പോ നമ്മൾ ബാത്റൂം സിംഗിങ് വായു വെള്ളം പോലെ കുളിക്കാൻ പാട്ട് പാടിയാല് ഞാൻ പാടാറില്ല. ഒരു ഗായകന് ഒരു ഗായികയുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യും. ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യും, ഇവര് പാടി ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യും. ഇവര് പാട്ട് ശരിക്കും എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിനയ് പാടുന്ന കേട്ടിട്ടുണ്ട് നിങ്ങള്? അയ്യോ ഒന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ഹാപ്പി നോട്ടിൽ നമുക്ക് മറ്റേ ജ്യൂസ് കേൾക്കാം. അത് വേണം അല്ലേ? ഞാനിപ്പോ ഇവിടെ പോയാലും എന്താ അറിയോ, വലിയൊരു ഹോട്ടലിൽ കയറുന്നുണ്ടെങ്കിൽ ചോദിക്കാതെ തന്നെ അവര് വന്ന് എനിക്ക് കൊണ്ടുവന്നിട്ട് കുമ്പട്ടിങ്ങ ജ്യൂസ് തരും. അപ്പൊ ഞാൻ എന്താ ഇല്ല ഇതല്ലേ വേണ്ട, അല്ല പാടണല്ലേ? പാടണം. ജ്യൂസ് 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 കുമ്പട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്പട്ടിക്ക ജ്യൂസ്. ജ്യൂസ് 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 കുമ്പട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്പട്ടിക്ക ജ്യൂസ്. ജ്യൂസ് 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 കുമ്പട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്പട്ടിക്ക ജ്യൂസ്.
ജ്യൂസ് 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 കുമ്പട്ടിക്ക ജ്യൂസ് മമ്മൂട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്പട്ടിക്ക ജ്യൂസ്. അടിപൊളി 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 സൂപ്പർ ആയിരുന്നു. സൂപ്പർ. നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടതല്ല. അല്ല അല്ല എനിക്ക് കുമ്പിട്ടിങ്ങ ജ്യൂസ് കേട്ടപ്പോ എനിക്കത് തോന്നിട്ടോ ഷോ ഇത് എനിക്കറിയായിരുന്നല്ലോ, എനിക്കും ഏതെങ്കിലും സിനിമയിലൊക്കെ എടുത്ത് പാടായിരുന്നല്ലോ, ചിലപ്പോ അങ്ങനെ ഹിറ്റ് ആകുമായിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചു. കിട്ടിയില്ലല്ലോ. എനിക്ക് തോന്നുന്നു മഹേഷിന്റെ പ്രതികാരത്തിന് ശേഷം ഒരു ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയത് ഇപ്പൊ ഏറ്റവും അടുത്ത കാലത്ത് ഇറങ്ങിയ കമ്മിട്ടിപ്പാടം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ക്യാരക്ടർ ആയിരിക്കും. അതെ അല്ലേ? അതെ. അതായത് ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഉണ്ട്, നമ്മളെല്ലാരും ഒരുമിച്ചായിരുന്നു. സൗബിന്റെ ഫസ്റ്റ് ഷോട്ട് ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോ സൗബിനെ കണ്ടപ്പോ തന്നെ കയ്യടിയും ചിരിയും. ഇയാളൊന്നും ചെയ്യുന്നില്ല, ഇയാൾ ടഫായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണാണ്, കയ്യടിയും ചിരിയും. അടുത്ത സെക്കൻഡില് സൗബിനെ എയറിൽ ചാടിയിട്ട് കാലുമടക്കി ഒറ്റടി. അപ്പൊ ചിരിച്ചോണ്ടിരുന്ന ആളുകളൊക്കെ സ്റ്റണ്ടായി. അതെ, ഞാനൊന്ന് ചോദിക്കട്ടെ, കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇനി എങ്ങനെ അങ്ങനെ ചെയ്യാൻ പോയി ഞാനത് കണ്ടപ്പോ ആലോചിച്ചു സൗബിന്റെ കയ്യിൽ ഒരുപാട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കക്കാൻ പഠിച്ചിട്ടാണ് നമ്മൾ സിനിമയിൽ കക്കാൻ പോണത്? അല്ല, സൗബിൻ കാണുന്ന പോലെ അല്ല, സൗബിൻ നന്നായി ഫൈറ്റ് ചെയ്യും, ഭയങ്കര നല്ല ഡാൻസറാണ് സൗബിൻ. ഡാൻസ് ഇല്ല. ഇല്ല സാറേ, കണ്ടിട്ടേ വിടുള്ളൂ. ഓക്കെ, അത് നിൽക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ കാലിങ്ങനെ പൊക്കുമ്പോ പ്രാക്ടീസ് ഇല്ലാണ്ട് എങ്ങനെയാണ് അത്ര ഉയരത്തിൽ കാലൊക്കെ അടിക്കാൻ പറ്റിയത്? എനിക്ക് തോന്നുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ പറ്റില്ലെന്ന് തോന്നുന്നു. അതപ്പോ ആരെങ്കിലും മനസ്സിൽ വെച്ചിട്ടാണോ? അല്ല, മനസ്സിലൊന്നും ഉണ്ടായില്ല. മനസ്സിലാകെ അവന് മുഖത്ത് കൊള്ളരുന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. കാരണം നമുക്കൊരു പരിധി ഉണ്ടല്ലോ കാല് പൊക്കുന്നതിലും അടിക്കുന്നതിലും. അപ്പോൾ ലോ ആംഗിൾ എനിക്ക് തോന്നുന്നു ആ ഷോട്ടിൻ്റെ ആയിരിക്കുമല്ലോ, ലോ ആംഗിൾ ഷോട്ടാണ്. പിന്നെ സ്കൂൾ ടൈമിലൊക്കെ വോളിബോൾ കളിക്കും നന്നായിട്ട്. അപ്പോൾ ലിഫ്റ്റിലായിരുന്നു ആ പൊസിഷനായിരുന്നു എൻ്റെ. അപ്പോൾ ജമ്പ് എനിക്ക് ചെയ്യും, ബാക്കി അങ്ങനെ അറിയില്ലെന്ന്. അപ്പോൾ അത് ഫസ്റ്റ് ടേക്ക് എന്ത് പറഞ്ഞു, അതിനുശേഷം പിന്നെ വൈപ്പ് ലെഫ്റ്റ് ലെഗ് വൈപ്പ് ചെയ്തിട്ടായിരുന്നു. അതിന് ശേഷം പിന്നെ അടുത്ത ടേക്ക് എടുക്കേണ്ടി വന്നില്ല, ഇവിടെ കാല് കൊളുത്തി പിടിച്ച്. പിന്നെ അത് ഒറ്റ ടേക്കാണ്. മച്ചാൻ പറഞ്ഞ പോലെ പ്രാക്ടീസ് ഇല്ലാണ്ട് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് ഒറ്റ ടേക്ക് കിട്ടിയുള്ളൂ. ഒരുപാട് ആളുകൾ ചോദിച്ചില്ലേ റോപ്പ് ഇട്ടിട്ടാണോ ചെയ്തത് ചോദിച്ചു. എല്ലാരും ചോദിച്ചു. പക്ഷെ അത് സൂപ്പർ കിക്കായിരുന്നു, ഇങ്ങനെ ചാടിയിട്ട് ഒറ്റടി അല്ലേ? ഭാഗ്യം. ഇപ്പൊ ക്ലാസ്സിലൊന്നും പോവാണ്ട് ജ്യൂസ് വെച്ചാടാ പരിപാടി? അയ്യോ അതല്ല, പിന്നെ സൗബിൻ ചേട്ടനെ ഡാൻസ് പഠിക്കാൻ വേണ്ടി ഒരു ടീച്ചറെ കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ. സിനിമയിലൊക്കെ നമുക്ക് ഡാൻസ് കളിക്കണമെങ്കിലേ ഒരു കൊറിയോഗ്രാഫർ ഉണ്ടാവും, കൊറിയോഗ്രാഫർ പഠിപ്പിച്ചു തരും. അത് സിനിമാറ്റിക് ഡാൻസ്, ഇത് ക്ലാസിക്കൽ ഡാൻസ് ഈ ടീച്ചർ പഠിപ്പിക്കുന്നത്. അല്ല എന്താ വ്യത്യാസം സിനിമാറ്റിക്കും ക്ലാസിക്കലും തമ്മിൽ? ക്ലാസിക്കൽ ഡാൻസിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ ശ്രദ്ധിക്കും. സിനിമാറ്റിക് ഡാൻസില സിനിമാറ്റിക് ഡാൻസിൽ പെൺകുട്ടികളെ മാത്രമേ ശ്രദ്ധിക്കൂ. ആൺകുട്ടികൾ തലകുത്തി മറിഞ്ഞു നിന്നാലും അവരെ ബ്രെയിൻ പോലും ചെയ്യത്തില്ല, പാവം, അവര് കഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു കാര്യം, നാട്യശാസ്ത്രത്തിൽ ഭരതനെസൈ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയാൻ പറ്റും? എടാ, ഭരതനസൈ അല്ല, ഭരതമുനി. ആ മുനി ആയാലും എസ് ആയാലും ഇവര് ഓരോന്നങ്ങൾ പറഞ്ഞിടും, പിന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് മൊത്തം കൺഫ്യൂഷനാണ്. എടാ, നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറഞ്ഞിരിക്കുന്നത് കണ്ണെത്തുന്നിടത്ത് കൈയെത്തണം, കൈയെത്തുന്നിടത്ത് മെയ്യെത്തണം. മയ്യത്തെടുക്കണോ? മയ്യത്തല്ല, മെയ്യെത്തെടുക്കണം. അപ്പൊ ചൂണിലെടുത്താ വലിയ പ്രശ്നം ഉണ്ടാവോ? നീ മിണ്ടായിരിക്കും. ഡാൻസ് പഠിക്കാൻ ആദ്യം എന്താ വേണ്ടെന്നറിയോ? ഏകാഗ്രത. ആ ഏകാഗ്രത ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എല്ലാ മാസവും ഫീസ് അടയ്ക്കണം. ഡാൻസ് എന്ന് പറയുന്ന ഒരു തപസ്സാണ്. അപ്പൊ താടി മൂടിയ കൊളത്തോണ്ട് വരും. അതല്ല, വളരെ അച്ചടക്കത്തോടും ക്ഷമയോടും കൂടി ചെയ്യേണ്ട ഒന്നാണ് ഡാൻസ്. അപ്പൊ ടീച്ചർക്ക് പറ്റില്ല എന്നർത്ഥം. ഓക്കെ, എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമ്മള് കുച്ചിപ്പുടി ഒന്ന് പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. കുച്ചിപ്പുടി നന്നായിരിക്കും, കളിച്ചാൽ നന്നായിരിക്കും, പക്ഷെ വേറെ പ്രശ്നമുണ്ട്. എന്താണ്? നമ്മള് കുച്ചിപ്പുടിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോ സംഘാടകരെ എടുത്ത് നാട്ടി കിട്ടാൻ ചാൻസ്. എന്താ അവരെന്തിനാ നമ്മളടിക്കുന്നത്? അവര് വന്ന് പറയും ഇത്രയും വലിയ സ്റ്റേജൊക്കെ കെട്ടിട്ട് ഈ ഒരു ചെറിയ പ്ലേറ്റിൽ നിന്നാണ് അവിടെ ഡാൻസ് കളിക്കുന്നതെന്ന് പറഞ്ഞു. സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഡാൻസ് തുടങ്ങാം. അപ്പൊ 3 മണ്ഡലമുണ്ട്. 140 മണ്ഡലേ ഉള്ളൂ. അതേത് മണ്ഡലാടാ? നിയോജക മണ്ഡലം. എടാ, ഞാൻ ഡാൻസിന്റെ മണ്ഡലാടാ പറഞ്ഞത്. അരമണ്ഡലമുണ്ട്, സമമണ്ഡലമുണ്ട്, മുഴുമണ്ഡലമുണ്ട്. 28 മുദ്രയുണ്ട്, 8 തട്ടടവുണ്ട്. തട്ടുകടയല്ല, 8 തട്ടടവ്. അല്ല ഇതേതാണ്? ഇത് മുഴുമണ്ഡലാണ്. മുഴുമണ്ഡലം മനസ്സിലായോ? അങ്ങനെ ആയിപ്പോയി, എന്തോ അങ്ങനെ ആയിപ്പോയി. നല്ലതല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം ഇങ്ങനെ നിൽക്കാം. കാലിങ്ങനെ. കാലിങ്ങനെ.
ഒരേപോലെ കാലുണ്ടായിരുന്നു. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഡ്രസ്സ് വേറെ ഇട്ടിട്ടുണ്ടെന്ന് തന്നെ. അത് കുഴപ്പമില്ല, നമുക്ക് ഇതുകൊണ്ട് പഠിക്കാം. ദി തേയ് ദി തി തേയ് ദി തേയ് ദി തി തേയ്. ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കാം. ദി തേയ് ദി തി തേയ് ദി തേയ് ദി തി തേയ്. ഇതൊക്കെ ഇത് ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ മിക്കപ്പോഴും ചെയ്യാറുണ്ട്. ഷൂസിൽ അഴുക്കാവാൻ നേരത്ത് നമ്മള് പൊട്ടിക്കളയൂലേ? അല്ല, ഇപ്പൊ പഠിക്കുകയാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ വളരെ ഉപകാരം. സ്പീഡ് ചെയ്യാലോ. രണ്ടെണ്ണം രണ്ടെണ്ണം പാടില്ല, ഒരെണ്ണം പാടില്ല. അതോ പെട്ടെന്ന് പോവും അഴുക്ക്. രണ്ടെണ്ണം അഴുക്ക് പെട്ടെന്ന് പോകും. അങ്ങനെ പോയാൽ പറ്റിയല്ലോ. കൊള്ളാട്ടാ. ഇതെവിടെ പഠിക്കണേ? ഇനി വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ കാല് ഫ്രണ്ടിൽ വെക്കാം. ഫ്രണ്ടിലേക്ക് അത് ഓക്കെ. കൈ എങ്ങനെ? കൈ കൈ ഇങ്ങനെ പിടിക്കുക. അങ്ങനെ പിടിക്കും, ഇങ്ങനെ വെച്ചപ്പോരെ? അല്ല, എങ്ങനെ അളിയാ, ഞാൻ അടുത്ത പിടിച്ചോട്ടാ. അളിയ മറ്റേ പിടിച്ചോ. ആ, ഇത് ഓക്കെ. അതെ, ഇപ്പൊ വേറൊന്നും ഉണ്ടേ. ഒന്നുകൂടി കാണിച്ചു. ആ, കിട്ടിപ്പോ. നിങ്ങൾ ഇപ്പോ ഈ സ്റ്റെപ്പൊക്കെ പഠിച്ചു. ഇനി എന്റെ ടീച്ചറും സൗബിൻ ചേട്ടനും കൂടി ഒരു പെയർ ഡാൻസ്. അപ്പൊ മ്യൂസിക് പ്ലീസ്. താം തരകട ധീം തരകട തോം തരകട നം തരകട തരകട തോം തോം തരകട നം നം തരകട താ ധീ തോം നം ഛം ഛം താ ധീ തോം നം ഛം ഛം തരകട ധികട തോം കിട നം കിട തക തരകട തക തക തലാം തോം തക തലാം തോം തക തലാം തോം. കുറച്ച് ചോര വേണോ? അല്ല, വെള്ളം വേണോ കുടിക്കാൻ? മാറിപ്പോയി. ആ ലക്കലൊക്കെ ഒരു പ്രാവശ്യം കൂടി കാണിക്കാവോ? ഇല്ല, അറിയാണ്ട് വന്നാ. എല്ലാം എല്ലാരും മറ്റേ. അപ്പൊ നമുക്ക് വേറെ റിവേഴ്സ് പഠിക്കാനാ വെച്ചാൽ. എന്നെ ഒന്ന് പഠിപ്പിച്ചു തരോ? മറ്റേ സാധനം ഒന്നുമില്ലെന്നേ. അത് ചൂട് മാത്രമല്ലേ വീട് അവിടെ കുഴിയുണ്ട്. അപ്പോ ഒരു കാര്യം തീരുമാനമായി അല്ലെ, ഈ ഡാൻസുമായി ബന്ധപ്പെട്ട വേഷങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. കിട്ടൂല അല്ലേ? തീരുമാനമല്ലോ. എല്ലാരും സിംഗിൾ എല്ലാരും പുറത്തിറങ്ങി. സത്യമായിട്ട് എല്ലാം പുറത്തായിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ടീച്ചറിന്റെ ഡാൻസ് നന്നായിരുന്നു. അയ്യോ, ഇതൊക്കെ എന്ത്? ഇത് വെറും സാമ്പിൾ വെടിക്കെട്ടാണ്. ആണോ? ഞങ്ങളെ ഇനിയുണ്ട്. സ്റ്റോക്ക് ഉണ്ടോ? സ്റ്റോക്ക് ഉണ്ട്. എങ്കിൽ ഇറക്ക്. ലക്ഷ്മിയും ഗൗരിയും ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ആ, അപ്പൊ മകള് റെഡി അല്ലേ? മക്കളാ? പാട്ടെടുത്തേ. Mabasani da ba masa sa sa ma 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 da 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 sa sa ma tom tom tom. Mabasani da ba masa sa sa ma 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 da 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 sa sa ma tom. Tari da 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 da
തരികിട ജമിത ധിമിത ജമിത ധിമിത തരികിട തോം 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 മപസാനി ദബമസാനി അപ്പൊ ചേട്ടാ എനിക്കൊരു ഉപകാരം ചെയ്യണം. നമ്മള് ഒക്കെപ്പാടെ നിൽക്കണ ഒരു ഫോട്ടോ എടുക്കണം. മുസ്തഫ ഞാനെന്താ ഫോട്ടോഗ്രാഫറാ? എടുത്തെന്നാൽ വളരെ ഉപകാരം. തന്റെ ഫോട്ടോ എടുക്കുന്ന ആളാ ഞാൻ. വളരെ ഉപകാരം. എന്റെ എടോ കൊച്ചുങ്ങളെ പേടിപ്പിക്കാതോ. എന്തത്? താങ്ക് യു സാർ, താങ്ക് യു സാർ. ഏ എടി സൈനബ, എടി നമ്മുടെ വിനയ് സാറില്ലേ, സാർ എനിക്ക് ഫ്രീ ആയിട്ടൊരു ഫോൺ തന്നടി. നമ്മുടെ ദൈവമാണ് ഈ വിനയ് സാർ. കാരണം അതുപോലെ നല്ല മനുഷ്യനാണ്. അത്രയും തന്നു. എന്റെ ഫോൺ പോയോ? ഒറ്റ സെക്കൻഡ് സാറേ. എടി സൈനബ, അയ്യോ നമ്മൾ വിചാരിച്ചാൽ കല്ലടി വിനയ് സാർ മഹാദുഷ്ടൻ. എൻ്റെ ആ ഫോൺ, ആ കൊള്ളാത്ത ഫോൺ അങ്ങ് തിരിച്ചു മേടിച്ചടി. എന്തൊരു മനുഷ്യൻ, ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര്? തനിക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഫോൺ തന്നെ? അല്ല, ഫോട്ടോ എടുക്കണ ഫോട്ടോഗ്രാഫർ വിളിക്കണം. എന്നെ അവർ വിളിച്ചിട്ട് വരുന്നത് വല്ല കാര്യമുണ്ടോ സാറേ? തനിക്ക് ഫോട്ടോ എടുക്കാൻ അറിഞ്ഞൂടല്ലോ. നാളെ പോലെ പണിക്ക് വരണ്ട. അല്ല, എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വിളിച്ചു ചെയ്യും? ഫോട്ടോ അല്ലേ ഇപ്പൊ ഞാൻ കെട്ടുന്നതാണ്. എനിക്കൊരു ഫോട്ടോ എടുത്ത്. ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്ത്. അയ്യോ, ഇത് സംഭവം പൊളിയും. സൂരജേ, നീ എവിടെയാ? നീ ഇല്ല ഇതിനകത്ത്. ഞാനിതാ ഇവിടെ ഉണ്ടല്ലോ. നീ എവിടെ? ഈ താഴെ വന്ന് നിന്നാ ഇതിനകത്ത് കിട്ടുമോ? നീ ഇപ്പോൾ ഇതെന്തോ ഈ പറയാ? പണി വട്ടം പൊളിഞ്ഞിരിക്കുക. എന്താ? നിങ്ങളാരും ഇല്ല ഇതിനകത്ത്. സംഭവം പൊളിഞ്ഞു പോയി. എന്ത് ചെയ്യും? ഒരു പണി എടുപ്പാ. ഇത് കൊള്ളാത്ത ഫോൺ. അപ്പൊ എന്റെ തലയെ വെച്ച് അടുപ്പിച്ച് കയറ്റണം സാറിന്. എടുത്തോ. ഓക്കെ ചിന്നപ്പ് 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 പൊക്കണോ? പൊടിക്ക് ചിൻ ഡൗൺ, ഷോൾഡർ ഡൗൺ, എന്നെ പൊടിക്ക് പൊക്കാനല്ലേ പറഞ്ഞേ? പൊടിക്കപ്പ് പൊടിക്കപ്പ്, ഐസ് ഓപ്പൺ, പൊടിക്ക് പൊടിക്കൊന്ന് എന്ന് ചെറുക്കിയാച്ച് ഒന്ന് ഐസ് ഓപ്പൺ, ഐസ് ഓപ്പൺ, സ്മൈൽ. ഓക്കെ ഓ സാറേ, ഞാൻ ഓക്കെ സാർ. ടാറ്റാ ടാറ്റാ. ടാറ്റാ. അവരായിട്ട് വീട്ടിൽ തന്നെ ഭയങ്കര കറങ്ങാൻ കൊണ്ടുപോകും. അപ്പൊ ശരി, ഞാൻ വിളിക്കാം. വലിയ ഉപകാരം, വലിയ ഉപകാരം. ശരി, വിളിക്കണമെന്നില്ല. സിനിമയിലേക്ക് ചാൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ആ ഇല്ല, പറയില്ല. അപ്പോൾ ഒരുപാട് തമാശകളും സൗബിൻ്റെ സിനിമാ വിശേഷങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വരുന്ന എല്ലാവർക്കും നമ്മൾ ചെറിയൊരു പണി കൊടുക്കുന്നുണ്ട്. ഈ ഗെയിം ഫൺ ഗെയിമാണ്, എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഫൺ ഗെയിമാണ്. കാണുന്ന ആളുകൾക്ക് ഇത് ഫണ്ണാണ്, പക്ഷേ ഇത് കളിക്കുന്ന ആളുകൾക്ക് ഇത് ചെറിയൊരു പണിയാണെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഒരു കാർഡ് എടുക്കും. ആ കാർഡിൽ ഒരു പ്രവൃത്തിയോ പഴഞ്ചൊല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിൽ എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ വസ്തുക്കളായിരിക്കാം. അത് നമ്മൾ എഴുതി കാണിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, അഭിനയിച്ചും കാണിക്കാൻ പറ്റില്ല. ആകെ വരച്ച് മനസ്സിലാക്കിക്കണം അതെന്താണെന്നുള്ളത്. അല്ലേ? കൊള്ളാലോ. ആദ്യം സൗബിൻ എടുക്കുന്നു, ഞാൻ വരക്കുന്നു. അപ്പൊ സൗബിൻ ചേട്ടാ ഐശ്വര്യമായിട്ട് ഒരെണ്ണം എടുത്തേ. കാണാൻ പാടില്ല, ഇത് എന്താന്നുള്ളത് കാണാൻ പാടില്ല. നമ്മുടെ ഓഡിയൻസിനെ കാണിക്കാം, പക്ഷെ ചേട്ടൻ കാണാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ കാണിക്കുക. കാണിച്ചു കാണിച്ചു കാണിച്ചു. വിനയല്ലേ വരയ്ക്കുന്നത്, വിനയ കാണിച്ചു. വളരെ എളുപ്പം, വളരെ എളുപ്പം. കാർഡ് നോക്കാൻ പാടില്ല കേട്ടാ. എന്താ വരക്കുന്ന? പട്ടിയാണ്, പട്ടി പട്ടി പട്ടിയാണ്. മാപ്പായിരിക്കും, ഇന്ത്യയുടെ മാപ്പാന്ന് തോന്നുന്നു. മാപ്പ് പറയിപ്പിക്കും ഇത് കഴിയുമ്പോ. പട്ടി പട്ടി. ആട്. അത് ആടാണെന്ന് പറഞ്ഞല്ലേ? മുയൽ മുയൽ മുയൽ. മാസ്ക് ഇട്ട നാല് കണ്ണ. ഇതെന്താ പിശാചാണോ? ഡബിളിന്റെ ഒരു മാസ്ക് പോലെ ഉണ്ടല്ലോ. മിക്കി മൗസ് ആണോ? അത് തന്നെ. പൂച്ച. ടോം ആൻഡ് ജെറിയാ? പശു. എരുമ. പട്ടി. ബുഫലോ, ബഫലോ, കരടി. പോളർ ബെയർ, പാൻഡ. ഇതെന്താണ് ഇത് വരക്കണ? നീ സത്യം പറയാട്ടാ. ആക്ഷൻ പാടില്ല കേട്ടോ. പോത്ത്. എരുമ. ആ പോട്ടെ. ഇതിന്റെയൊക്കെ ആകൃതി എന്ത് പറയാനാണ്? മായാവി മായാവി. അത് തന്നെ. മിക്കി മൗസാ? അത് തന്നെ. അല്ല, ടോം ആൻഡ് ജെറിയില് ജെറി പോലെ ഉണ്ടല്ലേ? ആ സാധനം ഒരു മൂക്ക് തുണ്ടൊക്കെ ആയിട്ടുള്ള. അതെ. എന്താടാ? തളരരുത് തളരരുത്, മുന്നോട്ട് പൊക്കോളൂ. പാമ്പ് പാമ്പ്, പുലിയുടെ തലയുള്ള പാമ്പ്. സിംഹം. ആ പുലി. കടുവ. പുലി. പുലി. ആട്. ഷൂർ. എല്ലാം കൂടെ കൺഫ്യൂഷൻ. പുലിയാട്ടം. ആട് പുലിയാട്ടം. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി. അല്ല, കിട്ടി.
കിട്ടി പാവം. ശരി പറ്റിച്ചു ഒരുവിധം പിന്നെ ഷോ അത്ര ശരിയായില്ല ഏട്ടാ. മിക്കി മൗസിന് ഇപ്പൊ ഓക്കെയാണ് ലാസ്റ്റ് വരച്ചപ്പോ ലാസ്റ്റ് കാല് വരച്ചപ്പോ കറക്റ്റ് ആയി തോന്നുന്നു പുലിയായിട്ട് ഇനി ഞാൻ ചെയ്യണ്ടല്ലേ ഇത് സപ്പോർട്ട് അല്ലേ കണ്ട് ഞാൻ സപ്പോർട്ട് ഓക്കെ നീ വിനയ എടുക്കുന്നു ചേട്ടൻ വരച്ച് കാണിക്കണം ഓക്കെ റെഡി ഞാൻ എന്റെ ആയുധം കൈമാറുന്നു. ആയുധം കൈമാറുന്നു. കയ്യടി കൊടു കയ്യടി കൊടു. പിന്നെ ഞാൻ പോവാണ്. എടുത്തു നോക്കാൻ പാടില്ല ആ ഓഡിയൻസ് ഒരു കാരണവശാലും എന്താന്ന് പറയാൻ പാടില്ല. ഈസിയാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് അത് അപ്പോൾ ഐശ്വര്യമായിട്ട് വര തുടങ്ങിക്കോളൂ. ഞാൻ എന്നെ വരെ കൊണ്ടുവരുന്നു സൗബിൻ വളരെ രസമുള്ള ഭയങ്കര ഒരു ഫോട്ടോഗ്രാഫറും കൂടെ ആണ്. അയ്യോ ഇപ്പൊ ഒന്നിൽ നിൽക്കില്ല, ഒരുപാട് സകല വല്ലപ്പനാണ് ഏട്ടാ. സൂപ്പർമാൻ. അയ്യോ ആടി ഇത്ര നേരം നിൽക്കണം. താങ്ക് യു. എന്ത് സുഖമല്ല ഇനി നിങ്ങളല്ലേ അല്ലല്ല ഇനി ഒരു ഒരെണ്ണം കൂടെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഒന്നും കാരണം ഇത്ര അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് ഒരു കിട്ടിയില്ലേ? ഗെയിമും എനിക്ക് തോന്നുന്നു സൗബിന് ഒരു ടേണും കൂടെ കൊടുക്കാം. ഇതെന്താ കാര്യം പെട്ടെന്ന് ഇത്ര കിട്ടിയില്ലേ? പെട്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് സൗബിന് ഒരു അവസരം കൂടി. ഒരു ദിവസം കൂടെ കൊടുക്കാം. തീർച്ചയായിട്ടും കൊടുക്കണം. ഈ അമ്പളത്തിൽ കയറി പിടിക്കൊന്നും ഓക്കെ 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 എനിക്ക് തോന്നുന്നു പബ്ലിക് ഡിമാൻഡ് പ്രിയനെ കൊണ്ട് വരപ്പിക്കണം എന്നുള്ളതാണ് കാര്യം. അതാണ് എനിക്ക് കാണുന്നത്. ശരിയാണ് ഞാൻ ആയുധം വര കൈമാറട്ടെ കാണാന്ന് പറഞ്ഞിട്ടാ ഞാൻ. ആയുധം കൈമാറട്ടെ ആയുധം കൈമാറും. വേണ്ടായിരുന്നു public, ആയുധം please. ആയുധം കാര്യം എന്താണെന്നറിയോ നമ്മള് മാത്രം ഇങ്ങനെ സോമനായിട്ട് കാര്യമില്ലല്ലോ. അതെ അതെ അവര് ചിരിയൊക്കെ ഈ ചിരിയിൽ എനിക്ക് ഭയങ്കര അടിക്കാണ്ടല്ലോ എക്സ്ക്യൂസ് മീ ഞാൻ എനിക്ക് കാണണ്ടേ. കണ്ടല്ലോ ഇത് വരച്ചാലും വരച്ചില്ലെങ്കിലും ഇത് ഹിറ്റാണ്. ആണ് അതെ അതെ ആണോ അത് ഉറപ്പ് കേട്ടോ. വരച്ചാലും വരച്ചില്ലെങ്കിലും ഇത് വൈറലാണ്. വരച്ചാലും വരച്ചില്ലെങ്കിലും ഇത് ഹിറ്റാണ്. എല്ലാരും കൈയടിക്കും, എല്ലാരും കൈയടിക്കും, എല്ലാരും കൈയടിക്കും. കണ്ടാർന്നോ കണ്ടാർന്നു. സൗബിൻ ഇങ്ങനെ നോക്കൂ. ലവ് പിന്നെ വരക്കാട്ടോ മുട്ട മുട്ട ഇത് ബലൂൺ. വെറുതെ ചെവിയുള്ള മുട്ട ചക്ക ഓക്കേ ഇതല്ലേ ഇതെന്താണ്? അത് ചെറിയ ഉള്ളി. ഉള്ളി ഉള്ളി ചെറിയ ഉള്ളി ഉള്ളി. ചെറിയ ഉള്ളി, സവാള. വലിയ ഉള്ളി. സൗബിൻ പറയൂ. സവാള ചക്ക ബീട്രൂട്ട് ചേട്ടാ ഞാനിത് എങ്ങനെ വരയ്ക്കണേ? വലത്തെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടേ അമർത്തി വരയ്ക്കും. അല്ല എങ്ങനെ ആഹാ എന്തത് ബലൂണാ? ഇല ഇല ഇല. പ്ലാവില. നല്ല ബോർഡർ ഉള്ള ഇല. എടുത്താൻ പറയടോ. ഇത് വരക്കണ്ടേ ഇത് പറയാം ബലൂൺ ഇത് കണ്ടിട്ട് ബലൂൺ അല്ല ഇത് ഭയങ്കര ഇതൊരെണ്ണം വലുത് വരച്ചു, അങ്ങോട്ട് മാറി ഒരെണ്ണം ചെറുത് വരച്ചു. അതതിന്റെ ചെറുത്. ഓക്കേ 1 സെക്കൻഡ് ഓക്കേ. പടവലങ്ങ പാവക്ക. മാങ്ങ എന്റെ ദൈവമേ. ഇനി അന്ന് ഇത് ഒരു പണി. വൈറലാവും. ദൈവമേ അയ്യോ പ്രിയയുടെ ഭാവി എന്താകും? അന്ന് പെട്ട പോലെ അത് ഏ, എന്നാ, നീ വരച്ചാണിക്കണോ എന്നാ വേണ്ട വേണ്ട. ഒരാളും കൂടെ ഹെൽപ്പ് ചെയ്യണോ വേണമെങ്കിൽ അതെ ആ പറ്റാത്ത സ്ഥിതിക്കാണെങ്കിൽ പ്രിയ വരച്ചില്ലെങ്കിൽ ഞാൻ വരക്കും. ആണോ ഇതെന്താ വരക്കുന്നത് മനസ്സിലാവണം നല്ല പാവക്കാണ് അത് ഇത് പഴം കൈപ്പക്ക ഇല്ല കശുവണ്ടി കിളിച്ചിരിക്കുന്ന എന്താണത് കപ്പ ഞാൻ നോക്കിട്ട് ഞാൻ വരക്കട്ടെ പെട്ടെന്ന് ആൻസർ കിട്ടും നോക്കിട്ട് വരക്കട്ടെ ഇതെന്താണ് ഐറ്റം പടവലങ്ങല്ലേ എന്റെ പൊന്ന അതുമായിട്ടൊക്കെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അതെന്താ മറ്റേ കിരീടധാരണം നടത്തിയത്? അത് കണ്ടോ? അത് കിരീടധാരണോ? മുൾക്കിരീടം. ശരിക്കും എന്താ സംഭവം നിങ്ങൾ ഉദ്ദേശിക്കുന്ന? എനിക്കാണ് ടെൻഷൻ. മാഡം ഉദ്ദേശിക്കുന്നത് എന്താണാവോ? മാഡം ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം. ആഹാ ഇപ്പൊ അടുത്ത് വരുന്നുണ്ട് കേട്ടാ. എന്റെ അടുത്ത് തന്നെ ഉണ്ട് വരച്ചു പണി അടുത്ത് കിട്ടും. അതാ തന്നെ മുറിച്ച പഴം എനിക്ക് എത്ര വരയ്ക്കാൻ പറ്റുള്ളൂ. കപ്പ അല്ല എടോ ഞാൻ ഇത് രണ്ടുപേരും ഇങ്ങനെ വരച്ചിട്ട് എന്താന്ന് പറയാ നിങ്ങൾ ആരും പറയാ വെജിറ്റബിൾസിന്റെ പേരൊക്കെ ഒന്ന് ഓർത്തേ. എനിക്കറിയില്ല ഞാൻ വെജിറ്റബിൾസ് അറിയില്ലേ? പച്ചക്കറി ഇത് 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 വെജിറ്റബിൾ ആണിത് എന്താണത് ബൾബ് ബൾബ് പൾപ്പ് കേട്ടോ. പാവക്ക മത്തങ്ങ
പടവലങ്ങ. ആ വീണ്ടും അടുത്ത പോട്ടെ. മറ്റേ വയലറ്റ് കളർ അല്ലേ? വയലറ്റ് കളർ ഇതൊക്കെ ഉള്ള എന്താ പറയുന്ന അത് പറയുന്ന ബുദ്ധി, അതിന്റെ പേരറിഞ്ഞൂടല്ലോ പുള്ളിക്ക്. ബീട്രൂട്ട്. അതിന് നടക്കൂല. അതെനിക്കറിയില്ല എന്റെ പേര്. അതെന്താണ്? എന്റെ പൊന്ന് ചങ്ങായി ബീട്രൂട്ട് അങ്ങനെ ആയിരിക്കാം. പിന്നെ അല്ലേ അല്ല ഗ്ലേസിംഗ് ഒക്കെ ആയിട്ടുള്ള. അതായത് ഞാൻ എന്റെ തൊഴിൽ ചെയ്തു, പുള്ളിക്ക് മനസ്സിലായത് ഉള്ളി കിടപ്പുണ്ട്. പുള്ളിക്ക് അത് അറിഞ്ഞുകൂടാ. അതിന്റെ പേര് ആ വെജിറ്റബിളിന്റെ പേര് ഇയാൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. എല്ലാം അറിയാം, വല്ലാറപാട് അറിഞ്ഞുകൂടാ. സംഭവം പിടികിട്ടി. പേരറിയില്ല. അതിന്റെ പ്രൊഡ്യൂസർ വേറെ നിവൃത്തിയില്ല. ഇത് ഞാൻ ആദ്യം പറഞ്ഞു വഴുതനങ്ങാന്ന്. ഇല്ലില്ല, പടവലങ്ങാന്നാണോ? ഒന്ന് മാറ്റിക്കൂടെ നിങ്ങൾക്ക്? തമ്പേ ഈ പേരറിഞ്ഞൂടാത്തോണ്ട്. പക്ഷെ ഇത് വഴുതനങ്ങാന്ന് നിങ്ങൾ പറയോ? ഇത് വഴുതനങ്ങ. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ല. ഇതാ എന്നിട്ട് പോലും മനസ്സിലായില്ല. പിന്നെ എടോ ആള് പറഞ്ഞു ഫ്രൂട്ട്സ് ആണെന്ന് മനസ്സിലായി. എല്ലാത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. വഴുതനങ്ങ സൗവിന് മനസ്സിലായില്ല അവസാനം. ആ അത് മനസ്സിലായി. അതെ, കഷ്ടപ്പെട്ട് ഭരിച്ചു കണ്ട് മനസ്സിലായതല്ല. നമ്മുടെ ഈ ഗെയിമിന്റെ അവസാനത്തെ സെക്ഷനാണ് ഇത്. പ്രിയ എടുക്കുന്നു, സൗബിൻ വരക്കുന്നു. സൗബിൻ അല്ലേ, എല്ലാ ആളുകൾക്കും അറിയാം സൗബിൻ എത്ര നല്ല ചിത്രകാരനാണെന്നും എത്ര നല്ല ഫോട്ടോഗ്രാഫാണുള്ള ചിത്രകാരൻ. ഇത് സൗബിൻ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. അതെന്താ? ബാറ്റോ? മോസ്കിറ്റോ ബാറ്റോ? ഓക്കേ. ആമാ ഇതിനിടയ്ക്ക് തമിഴ് പറയുന്നു. സ്നെയിലോ? അതൊന്നും ഇല്ലെന്ന് ഞാൻ മനസ്സിലായി. ഒന്ന് ഫുൾ വരച്ചാൽ ചില മനസ്സിലാവുള്ളൂ. കുറെ ഉണ്ട് സംഭവം വരയ്ക്കാൻ. ഓക്കേ, പട്ടിക. ഓക്കേ. കുക്കർ? അതായത് ഒരു റൂഫിൽ ഇങ്ങനെ ബൾബ് കത്തിച്ച് അതിൽ നിന്ന് പ്രകാശം വരുന്നു. അല്ലടോ, അത് കുക്കർ അല്ലേ? അതന്നെ. ഓക്കേ. സൗബിൻ മിണ്ടാൻ പാടില്ല കേട്ടോ. ഇത് തന്നെ, അതായത് ഒരു റൂഫ് ഇങ്ങനെ വെച്ചിട്ട് അത് ബൾബ് കത്തുന്നു. അയ്യോ ഇത് വരച്ച് വരച്ച് ഏത് ടെന്നീസ് ബാറ്റ്. ഓക്കേ, സോസ് പാനില് ടെന്നീസ് ബാറ്റ്. ചാർജാ? അതെന്താണ് സാധനം? ടെന്നീസ് ബാറ്റാ. ഐഡിയക്ക് പതുക്കെ പറഞ്ഞു കൊടുക്കണേ. ഗ്യാസാണോ? അല്ല, ആണ്. ബൾബിന്റെ സ്വിച്ച് ആണ് ഇത്. ഇത് അമർത്തി കഴിയുമ്പോ ബൾബൊക്കെ കത്തും. കടിച്ച പൊട്ടാറ്റോ? സൈഡിലേക്ക് മാറി വരച്ചു കഴിഞ്ഞാൽ എന്താണ് ഓംലേറ്റ് പറഞ്ഞോ? അങ്ങനെയൊക്കെ വേണം പറഞ്ഞു. ഇന്ന് കൊടുത്തൊരു ഓംലേറ്റ് ആയിരിക്കും. ഞാൻ മുട്ട വെച്ച് കിട്ടുള്ള ഗ്യാസ് വെച്ചിട്ട് പാത്രം വെച്ച് പൊരിച്ചു കൊടുത്താനെ. അല്ല, പൊരിക്കുന്നതിന് മുമ്പ് കിട്ടിയില്ല. ഗ്യാസ് അടുപ്പ് തെറ്റിക്കാൻ വേണ്ടി മറ്റേ ഇത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യാസ് അടുപ്പ് മനസ്സിലായില്ലായിരുന്നോ? പിന്നെ എനിക്ക് മനസ്സിലായത് ചാർജർ. ഓഹോ. എന്തായാലും ഞാൻ കൈയടിക്കണ്ടെന്ന് തോന്നുന്നു. ശോഭൻ ചേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയത്. നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു, ചിരിച്ചു. ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എന്താ അല്ല, അതിപ്പോ എല്ലാ പഴം ഇറങ്ങുമ്പോഴും എല്ലാം പറയുന്നുണ്ട്. അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. എന്നെ മാത്രമല്ല, എല്ലാ സിനിമയും ഹെൽപ്പ് ചെയ്യണം. വിനയനെയും പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യണം. എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് എല്ലാവരും അതെ സന്തോഷിപ്പിക്കുക, അതാ വേണ്ടത്. അത്രേ ഉള്ളൂ. ഞാൻ പബ്ലിക്കായിട്ട് ഒരു കാര്യം പറയാനാ താല്പര്യപ്പെടുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നോട് ഒരു
ചോയ്സ് വരുന്നതാണ്. അതായത് മുന്നോട്ട് പോയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത ആക്ടേഴ്സിൻ്റെ ഒപ്പം ഇനിയും അഭിനയിക്കാനുള്ള ഒരു അവസരം തന്നു. പക്ഷെ ഒരു ആക്ടറിന്റെ പേര് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്ന പേര് സൗബിൻ്റെ ആയിരിക്കും. എനിക്കൊരിക്കലും തോന്നുന്നില്ല. കാര്യം പ്രേമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ക്യാരക്ടർ സൗബിനല്ല വേറൊരു ആക്ടർ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ഫിലിം ചെയ്യുമ്പോഴും ഇപ്പോൾ പ്രേമത്തിൽ ഞാൻ വിനയ് ഫോർഡ് ഞങ്ങൾ തമ്മിൽ കാറിൽ വരുമ്പോഴാണെങ്കിൽ പോലും അവിടെ തൊട്ടേ ഞങ്ങൾ സാർമാരാണ്. ഡയറക്ടറാണെങ്കിലും അൽഫോൺസ് പറഞ്ഞത് മാക്സിമം വിനയൻ ഇങ്ങനെ കളിയാക്കിക്കോ, ഫുൾ ടൈം കളിയാക്കിക്കോ. അപ്പൊ അതിന്റെ ആ ഒരു അത് അന്ന് തുടങ്ങിയതാണ്, ഇന്നും തീർന്നിട്ടില്ല. ഇന്നും എപ്പോ ഫോൺ വിളിച്ചാലും എപ്പോഴും കളിയാക്കുന്നത്, ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് ഞാനല്ലേ, ഏറ്റവും കൂടുതൽ സുഹൃത്തും അല്ലേ, നല്ലൊരു ഫ്രണ്ട് ഞാനായിരിക്കും. അപ്പൊ ഇനിയും മുന്നോട്ട് പോയിട്ട് ഇപ്പോ ചെയ്യുന്ന പോലെ തന്നെ തൊടുന്നതെല്ലാം പൊന്നാക്കിയിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. സംവിധാന രംഗത്തും അഭിനയ രംഗത്തും ജീവിതത്തിലൊക്കെ ഒരുപാട് സന്തോഷവും സക്സസും ഒക്കെ ഉണ്ടാവട്ടെ സൗബിൻ. താങ്ക് യു. അല്ലേ? പിന്നെ അത് മതി, അത് മാത്രം മതി. അപ്പൊ എനിക്ക് തോന്നുന്നു സൗബിൻ ഇവിടെ വന്ന കാരണം നമ്മൾ വളരെ രസകരമായിട്ടുള്ള ഒരു വൈൻഡപ്പ് ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വൈൻഡപ്പ് ഒന്ന് കളർഫുൾ ആക്കിയാലോ? തീർച്ചയായിട്ടും. ഗെയിം കഴിഞ്ഞ പിന്നെ അടുത്തുണ്ട്. दिल में हाँ है होठों पे ना, दिल में हाँ है होठों पे ना, और बाजार में दिल तोड़ गई सालियां। आशिकों की जाले गई, आशिकों की जाले गई, काहे रुमाल मगर छोड़ गई सालियां। चाहने वाले तेरे जितने हजार सनम, बढ़ के हमसे नहीं होंगे दिलदार सनम। इससे बच के रहना जरा, इससे बच के रहना जरा, नजरअंदाज न कर मेरा ये काम। എന്റെ ദൈവമേ, ഞാൻ പോട്ടെ. താങ്ക് യു, താങ്ക് യു. പൊന്നെ പോട്ടാ, ഇത് ഡാൻസ് കളിക്കുന്ന ഒരു ഡാൻസ് വരെ കളിച്ച്